ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന വൈറൽ ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് നോർമലി ഒരു ഡീപ്പായിട്ടുള്ള ഫിഷ് ഫ്രൈ അല്ല, അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് ഫസ്റ്റ് നമ്മൾ ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത്രയും സാധനം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഫിഷ് ഫ്രൈ ആണ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് അതിലിട്ട് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ സാധാരണ മീൻ പൊരിക്കുമ്പോൾ മീൻ ആദ്യം മസാല ഒക്കെ തേച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ച് മസാല ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെ വേണമല്ലോ. അതിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഫിഷ് ഫ്രൈ, ചിലപ്പോൾ മസാല ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ പൊടികളെല്ലാം എണ്ണയിലിട്ടിട്ട് എണ്ണ ചൂടായാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികളിടാൻ. ഇത് പൊടികൾ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന്, പിന്നെ കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. കൊച്ചുള്ളിയും കൂടി അതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം അതിൽ പച്ചമുളക്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ചിട്ട് ചീനമുളകോ പച്ചമുളകോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ നമ്മൾ പുളിയുടെ വെള്ളം, നിങ്ങളുടെ പുളിയുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിലവർ വിനാഗിരി ഒഴിച്ചു കൊടുക്കും, പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ടേസ്റ്റ് നമ്മുടെ നാടൻ പുളി തന്നെയാണ്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ നാടൻ വാളംപുളിയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒരു ഗ്രേവി പരുവത്തിലാവും. അത് നന്നായിട്ടൊന്ന് തിള വരുന്ന വരെ കുക്ക് ചെയ്യാൻ വയ്ക്കും. ഒന്ന് തിളച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് കറിയാണോ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ കറിയല്ല, ഇങ്ങനെയാണ്. എനിക്കിവിടെ കടൽക്കണ്ണനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 കടൽക്കണ്ണൻ ഞാൻ നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിൽ വരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയ മീനൊക്കെ കിട്ടുന്നത് അങ്ങനെ വരഞ്ഞിട്ട് വെച്ചാൽ മതി, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ അതിലോട്ട് ഇട്ട് വെച്ചു. അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെക്കണം. ആ മസാലയിൽ കടന്നിട്ട് തന്നെ വേണം ഇത് വെന്ത് വരാൻ. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിടേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അയില, മത്തി, വലിയ അയില, കുഞ്ഞു മീനുകൾ പറ്റില്ല, ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ദശക്കട്ടിൽ ആവോലി ആയിക്കുറയ്ക്കാണെങ്കിൽ കുറച്ച് കട്ടിയിൽ മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് പൊരിച്ചെടുക്കാം. വലിയ മത്തി ചെയ്യാം, വലിയ അയില ചെയ്യാം, ചെമ്പല്ലിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ലേ. നമ്മൾ പുതിയാപ്പിളക്കോര അതൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഏകദേശം ഈ കണ്ണൻ മീൻ തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ്. എന്നാലും വളരെ സൂക്ഷിച്ചിട്ട് വേണം മറിച്ചിടാൻ. അപ്പോൾ ദശക്കട്ടിയുള്ള മീൻ എടുക്കുക, ശ്രദ്ധിക്കുക. ഏത് മീനിട്ട് ഈ രീതിയിലാക്കി എടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ചും കൂടി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അധികം മസാല അല്ലാതെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ച് സെമി ഗ്രേവി ടൈപ്പിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് ആ ഗ്രേവി ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മസാല ഗ്രേവിയാണ്. അതാണ് ഏറ്റവും ടേസ്റ്റ്. അത് നിങ്ങൾക്ക് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുക്കി തിന്നുക, അല്ലെങ്കിൽ ആ മീനിൻ്റെ കഷ്ണം ആ മസാലയിൽ തന്നെ മുക്കിയെടുത്തിട്ട് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഏകദേശം 2 സൈഡും ആയി വരുന്നുണ്ട്. ചെറിയൊരു മസാല ഞാൻ വെക്കുന്നുണ്ട്. ചിലവർക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ മസാല ഒക്കെ വറ്റിച്ചെടുത്തിട്ട് ശരിക്കും നമ്മുടെ മീൻ ഫ്രൈ പോലെ ആക്കിയെടുക്കാം. പക്ഷേ ഇത് ഫ്രൈ പാനിൽ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചും നല്ല സൂക്ഷിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നുവെച്ചാൽ എല്ലാ സൈഡും കുറച്ച് വണ്ണുള്ള മീനായ കാരണം കൊണ്ട് തന്നെ എല്ലാ സൈഡും ഒരുപോലെ കുക്ക് ചെയ്ത് വരുന്നില്ല. അടച്ച് വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മീൻ കൂടുതൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത് എന്ന് പറയുന്നത്. ഒരു കണ്ണൻ മീൻ ഏകദേശം ഒന്നിങ്ങനെ പൊടിഞ്ഞ പോലെ ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ തവയോടുകൂടി തന്നെ നമ്മൾ വലിയ പ്ലേറ്റിൽ സെർവ് ചെയ്യാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. ഇതിന് മുകളിൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, കറിവേപ്പില ഇടാം. പക്ഷേ ഞാൻ ഇവിടെ അതൊന്നും ചെയ്യണില്ല. ഓൾറെഡി കുറച്ച് എണ്ണ മതി ശരിക്കും ഈ റെസിപ്പി ചെയ്യാൻ. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും ചെറിയ എണ്ണയിൽ മീൻ ഫ്രൈഡ് ടേസ്റ്റിൽ നമുക്കിത് കഴിച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മസാല തന്നെയാണ്. നല്ല പുളിയും എരിവൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ മലയാളികളുടെ ടേസ്റ്റ് ബഡ്സിനെ ഉണർത്തുന്ന ഒരു ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ്സ് തരിക. പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ മുന്നത്തെ വ്ളോഗ്സൊക്കെ ഒന്ന് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും മിക്സ് ആയിട്ടാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രസകരമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.